നമ്മുടെ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ഭാരവാഹികളാണ് ഞങ്ങൾ. ഞാൻ പ്രസിഡന്റ്, നമ്മുടെ ഈ വൈറ്റപ്പിലുണ്ട്, സെക്രട്ടറി ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ക്യാമ്പുകൾ, സമ്മർ ക്യാമ്പുകൾ എന്നുള്ള നിലയിൽ നടത്താറുണ്ട്. അത് ഈ വർഷം കുറച്ചുകൂടി നല്ല നിലയിൽ നടത്തണമെന്നുള്ള ഒരു തീരുമാനമാണ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ എടുത്തിട്ടുള്ളത്. അത് ഈ ഏപ്രിൽ 1 മുതൽ എല്ലാ സ്പോർട്സിലും നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന അംഗീകൃതമായ അസോസിയേഷനുകളുള്ളതും അല്ലാത്തതുമായിട്ടുള്ള മിക്കവാറും എല്ലാ സ്പോർട്സിലും ട്രെയിനിങ് കുട്ടികളുടെ ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നീന്തല്, അത് പ്രധാനമായിട്ടും നമ്മുടെ ജില്ലയിൽ തൃശ്ശൂർ അക്വാറ്റിക് കോംപ്ലക്സിൽ എല്ലാ വർഷവും നടക്കാറുള്ളതാണ്. തൃശ്ശൂർ ജില്ലയിലെ മിക്കവാറും നീന്തൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇവിടുന്ന് തന്നെയാണ് നീന്തൽ പഠിക്കുന്നത്. പിന്നെ ഷട്ടിൽ ബാഡ്മിൻ്റൺ, അതിന് നല്ല റിസൾട്ടുള്ള ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല. ടേബിൾ ടെന്നീസ്, ബാസ്കറ്റ് ബോൾ, ജൂഡോ, വെയ്റ്റ് ലിഫ്റ്റിങ്, റോളർ സ്കേറ്റിങ്, ആർച്ചറി, ബോക്സിങ്, ചെസ്, ടൈക്കോണ്ടോ, കരാട്ടെ, യോഗ, ഗോഗോ, ഫുട്ബോള്, അത്ലറ്റിക്സ്, ഈ എല്ലാ കായിക ഇനങ്ങളിലും നമ്മളിപ്പോൾ ഇവിടെ ട്രെയിനിങ് ആരംഭിക്കുന്നുണ്ട്. ഇതിലെ ചില ട്രെയിനിങ് സംവിധാനങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ആലോചിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഇപ്പോൾ നീന്തലിൽ 2 ടൈപ്പ് കുട്ടികളുണ്ടാവും. ബിഗിനേഴ്സും ഉണ്ടാവും, പ്രോ ആയിട്ടുള്ള കുട്ടികളും ഉണ്ടാവും. അതിലെ നല്ല ട്രെയിൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന നല്ല കുട്ടികളെ നമ്മൾ സ്ഥിരമായി നമ്മുടെ ഡാബോർഡ് സ്കീമിൽ നിർത്തി അവരെ വളർത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു ചെസ് അക്കാഡമി പുതുതായിട്ട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഇപ്പോൾ ഒളിമ്പ്യൻ അനിലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ തുടങ്ങുന്നുണ്ട്, അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ. അതിപ്പോൾ ആരംഭിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നമ്മുടെ സമ്മർ ക്യാമ്പിൽ വരുന്ന നല്ല കുട്ടികളെ മുഴുവൻ, നല്ല കഴിവുള്ള കുട്ടികളെ മുഴുവൻ നമ്മുടെ ചെസ് അക്കാഡമിയിൽ നിലനിർത്തിക്കൊണ്ട് അവരെ വളർത്താനുള്ള ഒരു പരിപാടി നമ്മളിപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ ഫുട്ബോളും മറ്റു ചില സ്പോർട്സ്, ഈ ടൈക്കോണ്ടോ, ബോക്സിങ് തുടങ്ങിയിട്ടുള്ള സ്പോർട്സുകളിൽ ഇപ്പോൾ നമ്മൾ നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ, ജൂഡോ ഉൾപ്പെടെയുള്ള സ്പോർട്സിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യാനും അവരെ സ്ഥിരമായി സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ട്രെയിനിങ് കൊടുത്ത് നമ്മുടെ ജില്ലയിലെ സ്പോർട്സ് രംഗത്ത് ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നല്ല കഴിവുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും സ്പോർട്സ് കൗൺസിൽ തന്നെ ഏർപ്പെടുത്തി അവരെ ഒരു സ്പോർട്സ്മാനാക്കി വളർത്താൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തുകയാണ്. അപ്പം അത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ തുടർന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൂടിയുണ്ട് എന്നുള്ളതാണ് ഈ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. രജിസ്ട്രേഷൻ ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇതിനൊരു കൺട്രോൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ചെറിയ രജിസ്ട്രേഷൻ ഫീസ്. പിന്നെ നീന്തലൊക്കെ ആവുമ്പോൾ ചില പ്രശ്നം എന്താ വെച്ചാൽ, അല്ല, ഓരോ ഏജ് ഗ്രൂപ്പ് ഉണ്ട്. വിദ്യാർത്ഥികൾ തന്നെയാണ് പ്രധാനമായിട്ട്. നമ്മൾ ചെറിയ കുട്ടികളെ എടുത്താലേ നടക്കുള്ളൂ. കാരണം വലിയ ആളുകൾക്ക് ഈ കോച്ചിങ് ക്യാമ്പൊന്നും ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അത് നടക്കണ കാര്യമല്ല. അതൊക്കെ ഒരു സ്പോർട്സ് താരായി കഴിഞ്ഞ ആളുകളല്ലേ, അവർക്ക് പ്രത്യേകിച്ച്. അതെ അതെ അതെ, അതൊക്കെ പുതിയ ഒരു സ്പോർട്സ് ആണ്. അതിലൊക്കെ അസോസിയേഷനുകളും ഉണ്ട്, സ്പോർട്സും ആണ്, അംഗീകൃത സ്പോർട്സ് ആണ്. റഗ്ബി എന്ന് പറഞ്ഞാലേ അമേരിക്കൻ ഫുട്ബോളില്ലേ, അത് ഓൾറെഡി ഒളിമ്പിക് ഇവന്റ് ആണ്. അത് പിന്നെ അതുപോലെ ആട്ടിയാപ്പാട്ടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിക്കുന്ന ഒരു രീതിയിലുള്ള കളിയാണ്, കിളിമാസ് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു ഗെയിമാണ് ഈ ആട്ടിയാപ്പാട്ടിയ. ഇതൊക്കെ അങ്ങനത്തെ ഒരു ഗെയിമാണത്. അത് ഉണ്ട്, അംഗീകൃത ഗെയിമാണ് ഇപ്പൊ. കഴിഞ്ഞ വർഷം എല്ലാ ഇവന്റിലും കൂടി ഏകദേശം 4000-ത്തോളം പിള്ളേരുണ്ടായിരുന്നു. എല്ലാ ഇവന്റുകളിലും കൂടി, എല്ലാ ഇവന്റിലും കൂടി. നമ്മള് ഏപ്രിൽ 1 തൊട്ട് മെയ് ലാസ്റ്റ് വരെ. അത് നീന്തലൊക്കെ ആവുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നതനുസരിച്ചിരിക്കും. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബാച്ച് ചെയ്യും, അല്ലെങ്കിൽ കുട്ടികൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. കേന്ദ്രങ്ങൾ വ്യത്യസ്ത കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത് ജില്ലയിൽ. പിന്നെ അസോസിയേഷനുകൾ വേറെയും നടത്തുന്നുണ്ട്. അപ്പോ ജില്ലയിലെ ഒരു മിക്കവാറും എല്ലാ സ്ഥലത്തും ഏതെങ്കിലുമൊക്കെ ഒരു സ്പോർട്സ് നടക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഫുട്ബോൾ അസോസിയേഷന്റെയും അക്കാഡമികളും നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുണ്ട്. സ്പോർട്സ് കൗൺസിൽ നമ്മുടെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇതിന്റെ ഭാഗമായിട്ട് ട്രെയിനിങ് ആരംഭിക്കുന്നുണ്ട്. ഫുട്ബോൾ കണ്ടമാനം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അതിപ്പോ നമ്മള് ഡേറ്റ് വെച്ചിട്ടില്ലേ, ഇപ്പോൾ 1 തലേദിവസം വന്നാലും രജിസ്ട്രേഷൻ നമ്മൾ കൈകാര്യം ചെയ്യും.
ഓരോ ഐറ്റത്തിനനുസരിച്ചാണ് ഫീസ്. അതെ 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 അതെ, അതനുസരിച്ചിട്ടാണ് ഫീസ്. അതെ, കൗൺസിലിന്റെ ഉണ്ട്, അതല്ലാത്തവരും ഉണ്ട്. യെസ്, വേറൊന്നുമില്ല അല്ലേ? അതുണ്ട്. ഇവിടെ ഇരിക്കണ സുരേഷ് ഏട്ടൻ ഉണ്ട്. ഇവിടെ ഇരുന്നില്ലാതുള്ളൂ. ഇവിടെ 5 കസേരയുള്ള സുരേഷ് ഏട്ടൻ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടക സുരേഷ് ഏട്ടനാണ്. ശരി.